അപ്പോൾ ജോബി, നമുക്ക് കൂളംസ് ലോ വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇത് ആദ്യത്തെ പ്രോബ്ലം. Point charges of 3 microcoulombs and 2 microcoulombs are placed such that they repel each other with a force of 6 newtons. What would be the force with which they repel each other if a charge of 2 microcoulombs were added to each of the 2 point charges? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ കേസസിൽ നമ്മൾ കൂളംസ് ഒന്നും ഒരിക്കലും ഉപയോഗിക്കില്ല, മൈക്രോ കൂളംസും നാനോ കൂളംസ് ഒക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതേമാതിരി 2 പോയിന്റ് ചാർജസ് 3 മൈക്രോ കൂളംസിന്റെയും 2 മൈക്രോ കൂളംസിന്റെയും പോയിന്റ് ചാർജസ് ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഡിസ്റ്റൻസ് മാറ്റാതെ ഓരോ ചാർജിനും 2 മൈക്രോ കൂളംസ് വീതം ആഡ് ചെയ്യണമെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂളംസ് ലോന്റെ ഇക്വേഷൻ പ്രകാരം അവർ തമ്മിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? F is equal to K, the proportionality constant, times ഇപ്പൊ 2 ചാർജസ്, ഓരോ ചാർജും ഒരു ചാർജ് Q1 മറ്റേ ചാർജ് Q2 ആണെന്ന് വെക്കാം. Q1ന്റെയും Q2ന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ തൽക്കാലം Q1 Q2 ആണെന്ന് വെക്കാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വന്നിട്ട് Q1 Q2 മാഗ്നിറ്റ്യൂഡ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഡിവൈഡഡ് ബൈ R². ഇതാണ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ്, ഇവർ തമ്മിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ ഫോഴ്സ് ഓഫ് 6 ന്യൂട്ടൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് മാഗ്നിറ്റ്യൂഡാണ് കേട്ടോ, കാരണം ഇതിന്റെ ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് മാഗ്നിറ്റ്യൂഡാണെന്ന് മനസ്സിലാക്കുക. അതേമാതിരി ഈ രണ്ട് ചാർജസിലും 2 മൈക്രോ കൂളം വീതം ആഡ് ചെയ്യുമ്പോൾ എന്താണ് പുതിയ മാഗ്നിറ്റ്യൂഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ Q1ഉം Q2 ഒക്കെ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് മോഡ് Q1 Q2നെ നമുക്ക് Q1 Q2 എന്ന് എഴുതാം അല്ലെ. K into Q1 Q2 divided by R². ഓക്കെ, അപ്പൊ ഇത് തന്നിട്ടുണ്ട്. ഇത് എഫ് ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി 2 മൈക്രോ കൂളംബ് ചാർജസ് ഓരോന്നിനും ആഡ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ 2 മൈക്രോ കൂളം ചാർജ്, അതായത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ചാർജിനെ Q എന്ന് വിളിക്കാം. ഓക്കെ, ചാർജ് എക്സ്ട്രാ ചാർജ് ആഡഡ്, എക്സ്ട്രാ ചാർജ് ആഡഡ് ഈക്വൽ ടു Q എന്ന് വെക്കുക. Q മൈക്രോ കൂളംസ്, Q മൈക്രോ കൂളംസ്. ഓക്കെ, Q മൈക്രോ കൂളംസ്. ഓക്കെ, അപ്പോ പുതിയ ഫോഴ്സ് നമുക്ക് എഫ് ഡാഷ് എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ K ഇൻറ്റു Q1 പ്ലസ് Q ടൈംസ് Q2 പ്ലസ് Q. ഡിസ്റ്റൻസ് മാറ്റുന്നില്ല, ഡിസ്റ്റൻസ് ഇപ്പോഴും R ആണ്. അപ്പോൾ ഇവിടെയും R² ആണ് വരുന്നത്. ഇത് പുതിയ ഫോഴ്സ് എഫ് ഡാഷ്. ഇപ്പൊ എഫ് ഡാഷിനെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. അപ്പൊ നമുക്ക് ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ K/R² രണ്ടെന്നും ക്യാൻസൽ ആവും ഇല്ലേ. K/R² രണ്ടെന്നും ക്യാൻസൽ ആവും. അപ്പൊ എന്താ കിട്ടണത്? അപ്പൊ നമുക്ക് കിട്ടണത് Q1 പ്ലസ് Q2 ടൈംസ് Q1 plus Q times Q2 plus Q divided by Q1 Q2 is equal to F dash by F എന്ന് കിട്ടും. ഓക്കെ, അപ്പോ എഫ് ഡാഷ് എന്താണ്? എഫ് ഡാഷ് is equal to ഈ എഫിനെ ഇവിടെ കൊണ്ടുവന്നാല് എഫ് ഇൻറ്റു Q1 പ്ലസ് Q ടൈംസ് Q2 പ്ലസ് Q ഡിവൈഡഡ് ബൈ Q1 Q2. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് തന്നിട്ടുണ്ട്. എഫ് എന്താണ്? 6 ന്യൂട്ടൺസ് ആണ്. ഇത് 6 ന്യൂട്ടൺസ് ആണ് കേട്ടോ. 6
ഇൻറ്റു Q1 തന്നിട്ടുണ്ട് 3 മൈക്രോ കൂളംസ്, ചാർജ് എക്സ്ട്രാ ചാർജ് ആഡ് ചെയ്യുന്നത് 2 മൈക്രോ കൂളംസ്. അപ്പോൾ 3 പ്ലസ് 2, Q1 3, Q is 2, ഇവിടെ അതേമാതിരി Q2 2, Q1 2 ഡിവൈഡഡ് ബൈ Q1 Q2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ രണ്ടും മൈക്രോ കൂളംസ് ആണ്. അപ്പോൾ ഈ മൈക്രോ കൂളമിന്റെ യൂണിറ്റ് മുകളിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്ററിൽ നിന്നും ക്യാൻസൽ ആവും. ഓക്കെ, അത് സൂക്ഷിക്കണം. വേറെ വേറെ യൂണിറ്റ് ആണെങ്കിൽ അത് നമ്മൾ കണക്കിലെടുക്കണം. ഇത് 3 പ്ലസ് 2 മൈക്രോ കൂളംസ് അല്ലേ? മൈക്രോ കൂളംസ് പറഞ്ഞാൽ 10⁻⁻6 കൂളംസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു 10⁻⁻6 ഉണ്ട്, ഇതിനും ഇവിടെ ഒരു 10⁻⁻6 ഉണ്ട്. ഇവിടെ 3 ഇൻറ്റു 10⁻⁻6 ഉണ്ട്, 2 ഇൻറ്റു 10⁻⁻6 ഉണ്ട്. അപ്പോൾ 10⁻⁻6ന്റെ 2 ഫാക്ടർ ഇവിടുന്നും ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ബൈ 6. ഞാൻ പറഞ്ഞില്ലേ 3 പ്ലസ് 2 മൈക്രോ കൂളംസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു 10⁻⁻6 മൈക്രോ കൂളംസ് പറഞ്ഞാൽ 10⁻⁻6 കൂളംസ്. അപ്പോൾ ഇവിടെ ഒരു 10⁻⁻6 ഉണ്ട്, ഇവിടെ ഒരു 10⁻⁻6 ഉണ്ട്, ഇവിടെയും 3 ഇൻറ്റു 10⁻⁻6 ഉണ്ട്, 2 ഇൻറ്റു 10⁻⁻6 ഉണ്ട്. അപ്പോൾ ആ 10⁻⁻6 ഫാക്ടേഴ്സ് ഒക്കെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ 6ഉം 6ഉം പോയി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺസ്. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ദ ന്യൂ ഫോഴ്സ് വിത്ത് വിച്ച് ദേ റിപ്പൽ ഈച്ച് അതർ ഈസ് 20 ന്യൂട്ടൺസ്. ഓക്കെ, ശരി. അപ്പം ഈ പ്രോബ്ലത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ശരി.